നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തി 10 രൂപ സൗജന്യമായി തരാമെന്ന് പറഞ്ഞാൽ അതിൽ 2 ലക്ഷ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നിങ്ങളെ അവർ പറ്റിക്കാൻ പോകുന്നു. രണ്ടാമത്തത്, നിങ്ങൾ ഒരു ഉൽപ്പന്നമായി മാറും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റാതെ നിങ്ങൾക്ക് സൗജന്യം അവർ തരില്ല. ആരും ഒരു അണാ പൈസ പോലും ആ രീതിയിൽ ബിസിനസ് എന്ന പേരിൽ സൗജന്യമായി നൽകില്ല. അങ്ങനെ ആരെങ്കിലും ഒരു ഓഫറുമായി മുന്നോട്ട് വന്നാൽ ആ നിമിഷം അവരെ സംശയിച്ചു തുടങ്ങുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ വ്യക്തമാണ്. വളരെ കുറഞ്ഞ ഒരു സെൻറ്റൻസുകളാണെങ്കിൽ പോലും ഒരുപാട് ആശയങ്ങൾ അതിലുണ്ട് അല്ലേ. നമ്മൾ പലപ്പോഴും ഓഫറുകളിൽ മാത്രം കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്താണോ എവിടെയാണോ ഓഫർ, അതിൽ ഏറ്റവും കൂടുതൽ ഓഫർ എവിടെ, അവിടേക്ക് മാറുന്ന ഒരു കാലത്താണുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മളെയാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മളാണ് പ്രൊഡക്റ്റ്. നമ്മൾ വെറുതെ ഒരു കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളാണ് അതിൻ്റെ പ്രൊഡക്റ്റ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് സമ്പാദിക്കാം, വെറുതെ ഇരുന്ന് സമ്പാദിക്കാം, അതാണ് പോയിൻ്റ് ഉണ്ടാവില്ല. പലതരത്തിലുള്ള തട്ടിപ്പുകളാണതിൽ. ആ ഒറ്റ വാചകത്തിൽ ഇപ്പോൾ വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക, പൈസ അക്കൗണ്ടിൽ വരിക, അതൊരു രസമുള്ള കാര്യമാണല്ലോ. ആരാ അത് കൊതിക്കാതിരിക്കുക എന്ന് വിചാരിച്ച് വേഗം ചാടി വീഴാണ്. പക്ഷെ അതിൽ വലിയ അപകടം ഉണ്ടല്ലോ. ഒരു വെറുതെ ഇരുന്ന് നേടാൻ കഴിയും എന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതുണ്ടാവില്ല എന്ന് പറയുന്നത്. അവിടെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ പ്രൊഡക്റ്റ് ആക്കുന്നത് നമ്മളെയാണ് അവിടെ വിൽക്കുന്നത് എന്നാണ്. അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു മെച്ചം? അത് നൽകുന്ന ആളുകൾക്ക്, ഓഫർ നൽകുന്ന ആളുകൾക്കുള്ള മെച്ചം എന്താണ്? അത് നമ്മൾ ചിന്തിക്കണമല്ലോ. എന്തുകൊണ്ട് അവരങ്ങനെ കൊടുക്കുന്നു, എന്താണ് അതിൻ്റെ ഒരു കാരണമെന്ന് നോക്കിയാൽ അതാണ് നമ്മളെയാണ് അവർ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പറഞ്ഞ പോലെ വിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൽ നമ്മുടെ ഷംജാസ് കെ അബ്ബാസ് അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ശരിക്കും നമ്മൾ ഉപയോഗിക്കുകയല്ല, നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുകയാണ്. അവിടെ നമുക്കൊരു സാധനം ഫ്രീ ആയി നൽകുന്നുണ്ട് എങ്കിൽ അവിടെ പ്രൊഡക്റ്റ് നമ്മളാണ്. ഇപ്പോൾ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നമ്മൾ ഒരു പൈസ കൊടുത്തിട്ടല്ലല്ലോ ഉപയോഗിക്കുന്നത്. വാട്സാപ്പ് ഉപയോഗിക്കാൻ നമുക്ക് 50 രൂപ ചാർജ് ഉണ്ട്, പറഞ്ഞിട്ടില്ല. ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ ഒരു മാസത്തിന് 100 രൂപ കൊടുക്കണം, അത് പറയണില്ല. നമുക്ക് സൗജന്യമാണ് തരുന്നത്. അപ്പോൾ സൗജന്യമായി നമുക്കൊരു സാധനം തരുമ്പോൾ അവിടെ ആരാണ് പ്രൊഡക്റ്റ്? ആ പ്രൊഡക്റ്റ് നമ്മളാണ്. നമ്മളെ വിറ്റുകൊണ്ടാണ്, നമ്മുടെ സമയം വിറ്റുകൊണ്ടാണ്, നമ്മുടെ അതിലെ എൻഗേജ്മെൻറ്റുകൾ, നമ്മുടെ അതിലെ ആക്ടിവിറ്റികൾ അത് വിറ്റുകൊണ്ടാണ് ലാഭമുണ്ടാക്കുന്നത് അതിൻ്റെ കമ്പനികൾ. അപ്പോൾ ഒരു സാധനവും നമുക്ക് വെറുതെ ഒരാൾ തരൂല. അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മൾ എടുത്തു ചാടുന്നത്. മുൻപും പിൻപും ആലോചിക്കാതെ ഉടനെ അതിലേക്ക് ഒന്നും ആലോചിക്കാതെ വേഗം അല്ലേ, ഒരു 10,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 5 മാസം കഴിഞ്ഞ് 50,000 രൂപ. അത് കേൾക്കുമ്പോഴേക്കും ഒന്നും ആലോചിക്കുന്നില്ല, അത് ശരിയാണോ അല്ലേ, അതിൻ്റെ സോഴ്സ് കറക്റ്റാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ചിന്തയില്ലാതെ പണത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓഫറുകളുടെ കാര്യത്തിൽ നമ്മുടെ മലയാളികൾ അല്ലേ ഒന്നുകൂടെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതുണ്ട് എന്നാണ്. ഇപ്പോൾ വിദേശത്ത് നിന്ന് മടങ്ങി വന്നു, അല്ലെങ്കിൽ കുറേ കാലം അധ്വാനിച്ചു, ഒരുക്കു കൂട്ടി, അല്പം സമ്പാദ്യം ഉണ്ടായി. അപ്പോൾ പിന്നീട് ഒരാൾ ആലോചിക്കുക, ഇതെവിടെയെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ലാഭമുണ്ടാക്കണം. അപ്പോഴാണ് കാണുന്നത് നിങ്ങൾ ഇതിലേക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഇത്ര രൂപ, 10 രൂപ വീതം തരാം. അപ്പോൾ നമ്മൾ കണക്കൂട്ടുകയാണ്, 10 രൂപ കിട്ടിയാൽ ഒരു മാസം എനിക്ക് എത്ര കിട്ടി? 300 രൂപ കിട്ടി. അപ്പോൾ ഒരു വർഷം എനിക്ക് ഇത്ര രൂപ കിട്ടി. അപ്പോൾ ഒരു മാസം ഇത്ര 300, ഒരു വർഷം എത്ര, അങ്ങനെ കണക്കൂട്ടി. അപ്പോൾ ഈ പൈസ ഞാൻ ഇവിടെ അങ്ങനെ വെച്ചാൽ അതിൻ്റെ മൂല്യം കുറഞ്ഞു പോകുക, അവിടെ വെച്ചാൽ അത് കുറച്ച് കൂടുതലായി എന്തെങ്കിലുമൊക്കെ ആയി മാറുമല്ലോ എന്ന് വിചാരിച്ച് വേഗം അതിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് വെറുതെ ഇരുന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വളർന്ന് വലുതായി അങ്ങനെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ അത് ഹലാലായ മാർഗത്തിലാണോ നമ്മുടെ ഇന്നത്തെ സംസാരത്തിലും മുഹമ്മദ് അലിക്ക പറഞ്ഞ ഒരു കാര്യം കൂടിയാണ് ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുക, ഹലാലായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൂടെ ഈ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ഈ ഒരു സമ്പാദ്യം ഇങ്ങനെ നേടുന്നത് ഹലാലായ രൂപത്തിലാണോ എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നോക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ്, ഏതെങ്കിലും ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ട ഒരു ആഡ്, ആ ആഡിൻ്റെ പിന്നിൽ അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടാകും. ആ ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ നമ്മുടെ ചിന്ത, നമ്മുടെ ആലോചന അതിന് പണയപ്പെടുത്തി നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും നമ്മുടെ പണവും
ചിലവഴിച്ച് പോകും. ധാരാളം ആളുകളുണ്ട്. ഇപ്പോൾ ഈ പ്രോൺസി സ്കീമിലൂടെ വളർന്നു വന്നിട്ടുള്ള ധാരാളം ബിസിനസ്സുകളുണ്ട്. അങ്ങനെ നടന്നു പോകുന്നത് മണി ചെയിൻ എന്ന് പറയുന്നത്. മണി ചെയിൻ ഒരു കള്ളത്തരമാണെന്നും അതിലൂടെ കുറേ തട്ടിപ്പുകളുണ്ടെന്നുള്ളതൊക്കെ വ്യാപകമായി നമുക്ക് പ്രചാരം കിട്ടി. അതിനുശേഷം മണി ചെയിനിൽ പണം മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ആ പണത്തിൻ്റെ കൂടെ ഒരു പ്രൊഡക്റ്റ് കൂടി ആഡ് ചെയ്ത് ആ പ്രൊഡക്റ്റാണ് വിൽപ്പന നടത്തുന്നത് എന്ന് വരുത്തി തീർത്ത് അതിലൂടെ മണി തന്നെയാണ്, പണം തന്നെയാണ് കൈമാറ്റം യഥാർത്ഥത്തിൽ ചെയ്യപ്പെടുന്നത്. അങ്ങനെ അതിൽ പെട്ടുപോകുന്ന ധാരാളം ആളുകളുണ്ട്. അവർ ചിന്തിക്കണം എന്താണ്, ഞാനിതിലേക്കൊരു 4-5 ആളുകളെ കൂടി ഈ ബിസിനസ്സിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ എന്താണ് വെങ്കല ഇതിൽ നിന്ന് സിൽവറിലേക്ക് പോകും, സിൽവറിൽ നിന്ന് ഞാൻ പിന്നെ വേഗം ഗോൾഡിലേക്ക് പോകും, ആ ഗോൾഡിൽ നിന്ന് പിന്നെ അതിൻ്റെ മുകളിൽ വജ്രം, അതിലേക്ക് പോകും, അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നോക്കല്ല എന്ന് വിചാരിച്ച് ആളുകളെ ആഡ് ചെയ്യാനും ചേർക്കാനും ഒക്കെ നടന്ന് അതിലൊക്കെ യഥാർത്ഥമായ ഒരു സംവിധാനം, ആ സംവിധാനത്തിൽ എത്രമാത്രം ശരിയുണ്ട്, അതിൻ്റെ മതപരമായ ഒരു വസ്തുത എന്ത്, അതിനെന്ത് ന്യായീകരണമുണ്ട് എന്നുകൂടി പരിശോധിക്കാതെ അതിൽ ചെന്ന് ചാടുന്ന ധാരാളം ആളുകളെ നമ്മൾ കാണും. കുടുംബങ്ങളാണ് ഒരുപാട് അതിൽ പെട്ട ഒരാൾ അവരുടെ കുടുംബത്തെ കൂടിയാണ് പെടുത്തുന്നത് എന്നുകൂടി അതിലുണ്ട്. എന്നാൽ പിന്നെ കണ്ണികളാക്കുന്നത് നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ഏറ്റവും അടുത്ത അംഗങ്ങളെ കൂടിയാണ് എന്താണ് ആ ചതിയിലേക്ക് നമ്മൾ വലിച്ചിഴക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് തന്നെ നമുക്ക് അവരുടെ ഒരു സത്യസന്ധതയെ തിരിച്ചറിയാം. അവരൊരിക്കലും ഇത് തെറ്റാണ്, ഇത് നഷ്ടമാണ് എന്ന് വിചാരിച്ചുകൊണ്ടല്ല അതിലേക്ക് വരുന്നത്. പക്ഷേ ഇത് നഷ്ടമാണ്, ഇത് തട്ടിപ്പാണ് എന്നൊക്കെ അവർക്ക് വ്യക്തമാകുന്നൊരു സമയമുണ്ട്. ആ സമയത്തൊരിക്കലും പിന്നീട് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിൽ പെട്ടുപോയി, അതിൽ നഷ്ടം വന്നു, ലാഭമുണ്ടായില്ല എന്ന് മാത്രമല്ല നിക്ഷേപിച്ച പണം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളൊക്കെ അവിടെ ഉണ്ടാകാറുണ്ട്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.